വരും. ഇത് ആറി കഴിഞ്ഞിട്ട് ഫ്ലാക്സ് സീഡ്സ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് വേവിക്കാം. അപ്പോൾ ഈ ബൂന്തിക്കട്ടയിൽ ഒരു കുരു ഉണ്ടാവും. അത് നമുക്ക് എടുത്ത് ഒരു പാത്രത്തിലാക്കി വെക്കാം. കുരുവൊന്നും നമുക്ക് ആവശ്യമില്ല, ഇങ്ങനെ മാറ്റി വെക്കാം. എല്ലാം കുരു ഇങ്ങനെ മാറ്റി വെക്കും. ഇങ്ങനെ വേവാം. ഈ പരുവത്തിലായിട്ട് കിട്ടണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇങ്ങനെ ഇങ്ങനെ കിട്ടണം, കയ്യിൽ ജെല്ലി പോലെ. ഒരു പാത്രത്തിൽ അരിച്ചെടുക്കണം. സീഡ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ വാട്ടർ മാത്രം ഇപ്പം എടുക്കണം. ഇങ്ങനെ എടുക്കണം, വാട്ടർ മാത്രം സെപ്പറേറ്റ് ആയിട്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് വെള്ളം മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ മതി. അരിച്ചെടുക്കണം. ഈ ഷാമ്പു നല്ല ഇതാണ്, മുടിയില്ലാത്തവർക്ക് ഇത് ഇട്ടേനാൽ നല്ല ഹെയർ ഗ്രോത്തിങ് ആണ് ഗൈസ്. നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ ഹോം മെയ്ഡ് ഷാമ്പൂന്ന് എത്രക്കും നന്നായിട്ടുണ്ടാവും ഗൈസ്. നന്നായിട്ടൊന്ന് നമ്മൾ ചെയ്യുക. ഇതേ ഗൈസ് ഇത്ര വന്ന് നമുക്ക്. പിന്നെ ഇത് മിക്സിയിൽ ഇട്ടിട്ട് പിന്നെ ബാദാം ഗം ഇടാം. പിന്നെ ഈ ഫ്ലാക്സ് സീഡ്സിൻ്റെ വാട്ടർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക്. അതൊരു പാത്രത്തിൽ നമുക്ക് ഇട്ട് വെക്കാം. ഇട്ടിട്ട് അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം അരച്ചിട്ട് ഇടാം, എത്ര ഉണ്ടോ അത്ര. വിറ്റമിൻ ഇയുടെ ഓയിലാണ്. ഇത് ലെവൻഡർ സ്മെല്ലിൻ്റെ ആണ്. ഇത് രണ്ട് തുള്ളി ഇട്ടാൽ മതി ഗൈസ്. പിന്നെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. വിറ്റമിൻ ഇയുടെ ഓയില് നമുക്ക് ഹെയർ ഗ്രോത്തിനാണ്, ലെവൻഡറിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഗൈസ് ഇത്ര പദം കിട്ടും നമുക്ക്. ഇത് നമുക്ക് കൂൾ ടെമ്പറേച്ചറിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിൽ സോക്കല്ല, നമുക്ക് ഈ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് സൂക്ഷിച്ച് വെക്കാം.